Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പേപ്പറാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് എസ് ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളൊന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏതൊക്കെ ഏരിയാസ് ആണുള്ളത്, ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത, ഒരുപാട് പേർക്ക് സപ്ലി കിട്ടാറുള്ള ഒരു സബ്ജക്റ്റാണ്, ആദ്യം തന്നെ പറയാം. കാരണം ലോ പേപ്പർ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇത് പ്രോപ്പറായിട്ട് പഠിച്ച് ഓർത്തു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്, പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ലോ ലീഗൽ ആസ്പെക്ട്സ് അല്ലേ, അപ്പോൾ ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്മാർട്ടായിട്ടുള്ള ഒരു പഠനം നിർബന്ധമായും നടത്തിയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിലെ 4 ബ്ലോക്കിലോട്ട് പോകുമ്പോൾ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഒരുപാടുണ്ടെങ്കിലും അതല്ലാതെ കണ്ട് സിമ്പിളായിട്ട് വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. മനസ്സിലായോ? ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് അല്ലാതെ കണ്ടുള്ളത്. അപ്പോൾ അത് പിക്ക് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് അവിടെ പാസ് മാർക്കിനേക്കാൾ കൂടുതൽ, എന്ന് പറഞ്ഞാൽ 60% കൂടുതൽ അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കടക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ബ്ലോക്ക് ഡീറ്റെയിൽസ് വരുന്നത്. ബ്ലോക്ക് നമ്പർ 1 ലീഗൽ എൻവയോൺമെന്റ് ആണ്. അതിൽ 2 യൂണിറ്റ് ഉണ്ട്. ഒരുപാട് വായിക്കാനുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ്. കുട്ടികൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരാറുള്ള ഒരു ഏരിയ ആണ്, എന്നാലും അതിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് നമ്പർ 2 കൊമേഴ്സ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ഇന്ത്യ ആണ്. 3 യൂണിറ്റുകളാണ് വരുന്നത്. കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്, IT ഉണ്ട്, ഓൺലൈൻ കോൺട്രാക്ട്സ്, അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഫെമ ആണ് വരുന്നത്, 2 യൂണിറ്റുകളായിട്ട് കാണാം. ദെൻ നെക്സ്റ്റ് ലോസ് റിലേറ്റിംഗ് ടു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അതിൽ ചില ഏരിയാസ് ഓക്കെയാണ്, ചിലത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതുണ്ട്. ഇങ്ങനെ 4 ബ്ലോക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് 2 essay, അതുപോലെ തന്നെ 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടാൻ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നതിൽ ഇപ്പോൾ ബ്ലോക്ക് നമ്പർ 2 പോകുന്ന സമയത്ത് ഈസി ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് അവിടെ. എസ്പെഷ്യലി കോമ്പറ്റീഷൻ ആക്ട് 2002 ഞാൻ essay ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് 5 മാർക്സിൻ്റെ ഏരിയാസൊക്കെ അത്യാവശ്യം കാണാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന IT ആക്ട്. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്താൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്ലോക്ക് നമ്പർ 2 ആദ്യം ഫോക്കസ് ചെയ്യുക. 1 പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒരുപാടുണ്ട്, കഴിയില്ല. പിന്നെ നെക്സ്റ്റ് ഫെമയിലെ ചില ഏരിയാസ് വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് SCക്ക് വരാറുള്ളതും കൂടിയാണ്. അപ്പോൾ അത് പിക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ SC കിട്ടുമ്പോൾ ബ്ലോക്ക് നമ്പർ 2ഉം 3ഉം പഠിച്ചാൽ തന്നെ നമുക്ക് പാസ് മാർക്കിനേക്കാൾ കൂടുതൽ അവിടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ 4, 1 അങ്ങനെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 1 ബൈ 1 ആയിട്ട് കിടക്കാം. സോ ഇതിൽ ആദ്യത്തെ ബ്ലോക്ക് നമ്പർ 1 നമുക്ക് ലോ, സ്റ്റാർട്ടിങ്ങിൽ ലോ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം, കീ ആസ്പെക്ട്സ് ഓഫ് നേച്ചർ ഓഫ് ലോ എന്ന് പറയുന്നത് 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ രീതിയിൽ അത് പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ബിസിനസ് ലോ ഉണ്ട്. നെക്സ്റ്റ് 5 മാർക്സിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ലോ എന്താണെന്നുള്ളൊരു ചോദ്യം കൂടിയും നോക്കി വയ്ക്കുക 2 മാർക്സിൻ്റെ. ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ ആണ്. അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. നമുക്ക് SCക്ക് എഴുതാൻ പാകത്തിനുള്ള ഒരു ഇതുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ഇത് ഇടുമെന്നുള്ള എനിക്ക് ഒരു ഉറപ്പില്ല. ഇടാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേറെ എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഈസിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതിനേക്കാൾ ഉപരി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള
ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നിർബന്ധമായും 5 മാർക്കിൻ്റെ ആദ്യം പറഞ്ഞത് നോക്കാം. അതിനുശേഷം ഇനി നെക്സ്റ്റ് 5 മാർക്സിൻ്റെക്ക് അതുപോലെ തന്നെ SCക്ക് പ്രതീക്ഷിക്കുന്നതാണ് കോമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കോമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അതുപോലെ തന്നെ പിന്നെ SCക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് ലീഗൽ എൻവയോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ലീഗൽ എൻവയോൺമെൻറ്റ് നിർബന്ധമായും പഠിക്കുക. ഒരു essay ടോപ്പിക്കാണ്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഗൽ എൻവയോൺമെൻറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോമ്പോണൻസ് ഓഫ് ലീഗൽ എൻവയോൺമെൻറ്റിലെ ഏതെങ്കിലും ഒരു ഏരിയ. ഇപ്പം കീ ലോസ് എന്ന് പറഞ്ഞിട്ട് അതിൽ 4 എണ്ണം ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. ഓക്കെ, അത് ചിലപ്പോൾ ഞാൻ ഇപ്രാവശ്യം കൂടുതൽ ഈ പറയുന്ന ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 അതുണ്ട്, പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 ഉണ്ട്, കമ്പനീസ് ആക്ട് 2013, അങ്ങനെ 4 എണ്ണമാണ് വരുന്നത്. ഒരു ആദ്യത്തെ 2 എണ്ണത്തിൽ ഏതെങ്കിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം 5 മാർക്കിൻ്റെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ചോദിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ടാമത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881 അതിനെപ്പറ്റിയുള്ളൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈസിയസ്റ്റ് പോർഷൻ ഞാൻ പിക്ക് ചെയ്തിട്ട് പഠിക്കാനുള്ളത് ലാസ്റ്റ് സമ്മപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ കമ്പനീസ് ആക്ടും നോക്കി വെച്ചോളൂ കേട്ടോ. കമ്പനീസ് ആക്ട് ഒന്ന് മാറ്റി വേണമെങ്കിൽ പിടിക്കുകയും ചെയ്യാം. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിലുള്ള. അപ്പോൾ ഇതിൽ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ, ലോ ആയതുകൊണ്ട് ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാണ്. ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെയിലേക്കാണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ലോ, അതുപോലെ തന്നെ കീ ആസ്പെക്ട്സ്, പിന്നെ സോഴ്സസ് ഓഫ് ലോ, അത് 5 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കുന്നു. ദെൻ അതിനുശേഷം SCക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലീഗൽ എൻവയോൺമെൻറ്റോ അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കോമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഉള്ളത് നോക്കി വയ്ക്കുക. ലീഗൽ എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻസും നോക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം SC ടോപ്പിക്കായിട്ട്. പിന്നെ 5 മാർക്കിൻ്റെയിലേക്ക് കോമ്പോണൻസ് ഓഫ് ലീഗൽ എൻവയോൺമെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കണ്ടുവരാറ്. അത് ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സാധ്യത കൂടുതലാണ്. കമ്പനീസ് ആക്ട് 2013 ഉണ്ട്, അതും ചോദിക്കാം. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു യൂണിറ്റിൽ മിനിമം പിക്ക് ചെയ്ത് പഠിക്കേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ള ഏരിയയിലോട്ട് കടന്നാൽ മതി. ഓക്കെ, മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. IPR അത് എന്താണ് എന്നുള്ളത് 2 മാർക്കിലേക്ക് പഠിക്കാം. പേറ്റന്റ് എന്താണെന്നുള്ളത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് പേറ്റന്റ് കാണാൻ സാധിക്കും. 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് ഇതിൽ വരുന്നത് സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സും ഒരു പ്രാവശ്യം SCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 5 മാർക്കിൻ്റെയിലേക്കും ഇപ്രാവശ്യം എടുത്ത് ചോദിക്കാം. സ്റ്റെപ്സോ അതല്ലെങ്കിൽ ഈ ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് പേറ്റന്റോ, ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്താൽ മതി കേട്ടോ. പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് 2 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ പേറ്റന്റ് ഡോക്യുമെൻസിൻ്റെ കാര്യം കാണാം. ദെൻ SCക്ക് ഒന്ന് മാറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള ഒരു SCക്കോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെയിലേക്കോ മാറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ളതാണ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ പേറ്റന്റ് സിസ്റ്റം, 5 മാർക്സ്. ഓക്കെ, നോക്കി വയ്ക്കുക. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞു, പിന്നൊക്കെ ഈ പറയുന്ന ട്രേഡ് മാർക്ക് 2 മാർക്സിലേക്കാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് ട്രേഡ് മാർക്ക് ഉണ്ട്. അതോ അല്ലെങ്കിൽ കോപ്പി റൈറ്റ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ കാണാറുണ്ട്. അപ്പോൾ കോപ്പി റൈറ്റോ ട്രേഡ് മാർക്കോ രണ്ടും നോക്കി വയ്ക്കുക. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. ദ നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്താണ്, 2 മാർക്സിൻ്റെയിലേക്കാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഡിസൈൻ. പിന്നെ ഞാനത് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ
ഡിസ്കഷനിൽ നമ്മൾ എന്തായാലും നോക്കേണ്ടത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു, 2 മാർക്കിനിൽ ഒരെണ്ണം സെപ്പറേറ്റ് എടുത്തിടാറുണ്ട്. ഇപ്പോൾ കോപ്പിറൈറ്റ് അതുപോലെ തന്നെ ട്രേഡ് മാർക്ക്, അത് രണ്ടും എന്താണെന്നും അതിൻ്റെ പ്രൊസീജിയേഴ്സും പഠിച്ചു വയ്ക്കുക. 5 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാം. ഇൻഡസ്ട്രിയൽ ഡിസൈൻ 2 മാർക്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആണ്. അഗെയിൻ അതിൻ്റെ നീഡ് 5 മാർക്കിൻ്റെയിലേക്ക് നോക്കി വയ്ക്കുക കേട്ടോ. നീഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് GIs. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാണാം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1 കുറച്ചധികം ഞാൻ പറഞ്ഞു വായിക്കാനുള്ളതാണ്, കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ് അത് പഠിച്ച് അവസാനിപ്പിക്കാൻ. നെക്സ്റ്റ് വരുന്നത് കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ്. സോ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് കാണാം. SAക്ക് സ്കോപ്പുള്ളൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്, അത് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതിൻ്റെ ഡിഫറൻസ് 5 മാർക്സിൻ്റെ ചോദിക്കാം. ഒരു പ്രാവശ്യം ചോദിച്ചതാണ് ഓൾറെഡി. MRTP ആക്ട് 1969 കോമ്പറ്റീഷൻ ആക്ട് 2002 തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, നോക്കാൻ വിട്ടുപോകരുത്. ദെൻ നെക്സ്റ്റ് ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റ് 2 മാർക്സിലേക്ക് നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം അമാൽഗമേഷൻ എന്താണ്, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ എന്താണെന്നൊക്കെ 2 മാർക്കിൻ്റെ ചോദിക്കാറുണ്ട്. ഓക്കെ, മെർജർ പ്രോസസ് അണ്ടർ കോമ്പറ്റീഷൻ ആക്ട് ഇൻ ഇന്ത്യ, അതിൻ്റെ പ്രോസസ്സാണ് നെക്സ്റ്റ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയല്ല. പിന്നെ ഇതിൽ SAക്ക് ഇടാൻ സ്കോപ്പുള്ള ടോപ്പിക് എന്ന് പറയുന്നത് CCI ആണ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഫീച്ചേഴ്സ്. ഒരു essay ടോപ്പിക്കാണ് കേട്ടോ. അതിൻ്റെ പവേഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് essay ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യയുടെ ഫീച്ചേഴ്സ് ആൻഡ് പവേഴ്സ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് 5 മാർക്കിൻ്റെയിലേക്കോ ആദ്യം പറഞ്ഞില്ലേ കോമ്പറ്റീഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 2002 ആക്ടിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ കമ്മീഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ പ്രതീക്ഷിക്കുന്നു, നിർബന്ധമായും പഠിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് IT ആക്ട് 2000 ആണ്. അപ്പോൾ IT ആക്ട് 2000 ഇപ്രാവശ്യം വരാനുള്ള സാധ്യത അങ്ങനെ എന്താണ്, ചിലപ്പോൾ ഇടാം. IT ആക്ട് 2000 എന്താണ് അതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. നമുക്ക് IT ആക്ട് ഈ ചോദ്യമാണ് ചോദിച്ചത്, ഫീച്ചേഴ്സ് ഓഫ് IT ആക്ട് 2000 ആൻഡ് IT ആക്ട് 2008 ഇതാണ് ചോദിച്ചത്. റിപ്പീറ്റായിട്ട് വീണ്ടും ഇടുമെന്നുള്ളത് അറിയില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലീഗൽ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഓഫ് ഇ-കോമേഴ്സ്. നിർബന്ധമായും പഠിക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കാണ് കേട്ടോ, ലീഗൽ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഓഫ് ഇ-കോമേഴ്സ്. ഓക്കെ, അതാണ് മറ്റൊരു ടോപ്പിക്ക്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു യൂണിറ്റ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഓൺലൈൻ കോൺട്രാക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. സോ ഇതിൽ 5 മാർക്സ് ടൈപ്സ് ഓഫ് ഓൺലൈൻ കോൺട്രാക്ട്സ് ഒരു പ്രാവശ്യം കിട്ടേണ്ടായിരുന്നതാണ്, നോക്കി വെച്ചോളൂ 5 മാർക്സിൻ്റെയിലേക്ക്. പിന്നെ അത് തന്നെയാണ് അവിടെ ഉള്ളത്. ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 2. നെക്സ്റ്റ് ഫെമയാണ്. ഇപ്പോൾ ഫെമയിൽ പ്രതീക്ഷിക്കുക എന്താണ് ഫെമ, ഫെറ എന്നൊക്കെ നോക്കി വയ്ക്കുക. ഇനി ഫീച്ചേഴ്സോ അതല്ലെങ്കിൽ സ്കോപ്പോ എപ്പോഴും മാറി മാറി ഇടാറുണ്ട് 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക്. ഇനിയിപ്പോൾ അത് മാറ്റിപ്പിടിച്ച് ഇപ്രാവശ്യം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇടുമെന്നുള്ള അറിയില്ല. ഫെറ ഒബ്ജക്റ്റീവ്സ് ഏതിൻ്റെയാണ്, അത് ഫെറയുടെയാണ്. അപ്പോൾ ഫെമ, ഫീച്ചേഴ്സ്, സ്കോപ്പ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെയാണ് ഇടാറുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് എക്സാമിന് ഓതറൈസ്ഡ് പേഴ്സൺ ആരാണ്, ഓതറൈസ്ഡ് പേഴ്സൺ 2 മാർക്സിൻ്റെ ചോദ്യത്തിലേക്ക് നോക്കി വയ്ക്കണം. ദെൻ നെക്സ്റ്റ് കോൺട്രവെൻഷൻസ് ആൻഡ് പെനാൽറ്റീസ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യം, 2 മാർക്കിൻ്റെയിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. SAക്ക് നമ്മൾ പിന്നെ കണ്ടുവരുന്ന ടോപ്പിക്കുകൾ ഇവിടെയാണ്.
അതിൽ ആദ്യത്തെ വരുന്നതാണ്, ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, അപ്പീൽ ടു സ്പെഷ്യൽ ഡയറക്ടർ 5 മാർക്കിൻ്റെ ഇതിലേക്ക്. അതുപോലെ തന്നെ അപ്പീൽ ടു അപ്പലറ്റ് ട്രൈബ്യൂണൽ, ഇപ്രാവശ്യം അതാവാൻ ചോദിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ ചോദിക്കാറുണ്ട്. അപ്പീൽ ടു അപ്പലറ്റ് ട്രൈബ്യൂണൽ, അതുപോലെ ഡയറക്ടർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. ദെൻ നെക്സ്റ്റ് എസ് ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യൻ ബിസിനസ്, ഫെമ ആക്ട് കൊണ്ട് ഇന്ത്യൻ ബിസിനസ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. ചലഞ്ചസ് ടു ഇന്ത്യൻ കമ്പനീസ് പിന്നെ കാണാൻ സാധിക്കും. അപ്പോൾ SCക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് ചലഞ്ചസ് ടു ഇന്ത്യൻ കമ്പനീസ്. ഫെമ ആക്ട് കൊണ്ട് ചലഞ്ചസ് എന്താണെന്നുള്ളത് ഇന്ത്യൻ കമ്പനീസിന് SCക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യൻ ബിസിനസ് ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്, 5 മാർക്കിലേക്ക് വേണമെങ്കിൽ എടുത്ത് ചോദിക്കുക. അതുപോലെ തന്നെ മെഷേഴ്സ് ടു ഓവർകം ദി അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ഫെമ, അതും 5 മാർക്കിൻ്റെ അതൊരു പ്രാവശ്യം SCക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് ചലഞ്ചസ് ടു ഇന്ത്യൻ കമ്പനീസ് ഫെമ ആക്ട് കൊണ്ട്. അതെന്തായാലും നോക്കുക. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളത് 5 മാർക്സിൻ്റെ നോക്കി വയ്ക്കുക കേട്ടോ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം SCക്കും ഒരെണ്ണം 5 മാർക്കിൻ്റെയിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സോ അതൊന്ന് ഓവർവ്യൂ ചെയ്ത് പോവാം. ഇനി നെക്സ്റ്റ് വരുന്നത് ലോസ് റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആണ്. ഒരുപാട് ടേമുകളുണ്ട്, ആക്റ്റുകളുണ്ട് കവർ ചെയ്യാൻ. അതിൽ ആദ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? കേസ് സ്റ്റഡീസ് ചോദിക്കണമെങ്കിൽ അത് റോ ടോപ്പിക്കായി മാറി. അപ്പോൾ അതിനേക്കാളും വേറെ ഏരിയാസിലോട്ട് പിക്ക് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ബയോഡിവേഴ്സിറ്റി ആണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നു ബയോഡിവേഴ്സിറ്റിനെ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാർബൺ ക്രെഡിറ്റ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ. ഇപ്പോൾ ബയോഡിവേഴ്സിറ്റിയോ കാർബൺ ക്രെഡിറ്റോ ഇതൊക്കെ മാറി മാറി 2 മാർക്സ് അതിൻ്റെ സ്റ്റെപ്സ് ആണ് 5 മാർക്കിലേക്ക് പ്രതീക്ഷിക്കാം. സ്റ്റെപ്സ് ടു കാൽക്കുലേറ്റ് കാർബൺ ക്രെഡിറ്റ് 5 മാർക്സിൻ്റെ ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗവൺമെൻറ് പോളിസി റിഗാർഡിംഗ് എൻവയോൺമെൻറ്റ്, SAക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ് ഗവൺമെൻറ് പോളിസീസ് എന്ന് പറയണത്. അപ്പോൾ വീണ്ടും ഇടുമെന്നുള്ളത് നമുക്ക് 100% ഉറപ്പില്ല. ഗവൺമെൻറ് പോളിസീസ് റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇടാം. അപ്പം മോസ്റ്റ്ലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ 5 മാർക്കിലേക്ക് ആയിരിക്കും. അപ്പോൾ ഗവൺമെൻറ് പോളിസി എന്തായാലും നോക്കി വയ്ക്കുക. SAക്ക് സ്കോപ്പുള്ളൊരു ഏരിയ ആണ്. ലാസ്റ്റ് നമുക്ക് വരുന്ന യൂണിറ്റാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ അതിൽ നിന്ന് ഈസി ആയിട്ടുള്ള ടോപ്പിക്കും വരാറുണ്ട്, ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസും വരാറുണ്ട്. അതിലൊരെണ്ണമാണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. SCക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതാണ് ഇത്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇതാണ് SCക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലോ റിലേറ്റിംഗ് ടു കഴിഞ്ഞ യൂണിറ്റിലുള്ളത് നോക്കി വയ്ക്കാൻ മറക്കരുത്, നിർബന്ധമായും പഠിക്കുക അത്. പിന്നെ ഇതിലെ SCക്ക് സ്കോപ്പുള്ള ടോപ്പിക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് SC ടോപ്പിക്കാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇതാണ് സംഭവം. പിന്നെ NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ 5 മാർക്സിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് SCക്ക് ഈ പറയുന്ന ടോപ്പിക്കുകൾ മാറി മാറി ഇടാറുള്ളതാണ്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടും നേരത്തെ പറഞ്ഞ യൂണിറ്റിലത്തെ കാര്യം, അതിനാണ് കൂടുതൽ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാധ്യതയുണ്ട്. പിന്നെ പ്രിവെൻഷൻ ഓഫ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ എന്നൊക്കെ പറയണത് 2 മാർക്സിൻ്റെയിലേക്കാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ യൂണിറ്റിലെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടോ അതുപോലെ തന്നെ പിന്നെ സ്കോപ്പുള്ളത് ഞാൻ പറഞ്ഞ SCക്ക് ഗവൺമെൻറ് പോളിസീസ് റിഗാർഡിങ് എൻവയോൺമെൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് SCക്ക് കണ്ടുവരാറ്. അതല്ലാണ്ടുള്ള വലിച്ചു വാരിയിട്ട് ഒരു സ്മൂത്ത് അല്ലാത്ത രീതിയിലുള്ള പ്രസൻറ്റേഷനുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പിക്ക് ചെയ്ത് പോവാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പിന്നെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്തായാലും നോക്കണത്. സോ ദാറ്റ്സ് അബൌട്ട് ഈ സബ്ജക്റ്റിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്, ടെക്നിക്കലായിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ബ്ലോക്ക് നമ്പർ 2ലേക്ക് കടന്ന് കോമ്പറ്റീഷൻ ആക്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കുക. അതിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ,
IT ആക്ടിൽ ഞാൻ മിനിമം നോക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഫെമയുടെ ഏരിയയിലോട്ട് വരുമ്പോൾ ബ്ലോക്ക് നമ്പർ 3 നമ്പർ 2 കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുക. ദെൻ ലോ റിലേറ്റിംഗ് ടു അതിൽ ഞാൻ പറഞ്ഞ 2 SC സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ പറഞ്ഞ SC ടോപ്പിക് ഉണ്ട്. പിന്നെ ലോസ് റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കാര്യങ്ങൾ നോക്കണം. ദെൻ അതിനുശേഷം ബ്ലോക്ക് നമ്പർ 1 വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അത് കുറച്ചും കൂടി ലെങ്തിയാണ്, പഠിച്ച് അവസാനിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടും അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ബിസിനസ് എൻവയോൺമെൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്, പേറ്റൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിനുശേഷം നോക്കാം. ഓക്കെ, ഇനി ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടുള്ള ചോദ്യങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ മിനിമം നോക്കിയാൽ തന്നെ, ഞാൻ പറഞ്ഞ ചില ടോപ്പിക്കുകൾ മിനിമം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് 60% അബവ് കിട്ടിയിരിക്കും. ഓക്കെ, ഇനി ഹൈ മാർക്സിലോട്ട് പോകാൻ ഞാൻ ഈ പറഞ്ഞൊക്കെ നോക്കിയാൽ മതി. പിന്നെ ഇനി ഷുവർ ക്വസ്റ്റിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. 2 എക്സാം അടുപ്പിച്ചായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നടത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.